നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്. കാരണം അവസാനമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ അഡ്മിഷൻ ടൈമിലാണ്. ഞാൻ എൻ്റെ കോളേജിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിനി ഡേ ഇൻ മൈ ലൈഫും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ ഡേ ബൈ ഡേ ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് സോറി ഗൈസ്, അത് അവിടെ വെച്ച് അവസാനിച്ച് പോയി. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും അങ്ങനെ കാത്ത് 2 വർഷത്തിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നേക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞ് സാർ വന്ന് നമ്മൾ ചീത്ത വിളിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ പോയി സൈൻ ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ ഞാൻ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എൻ്റെ വണ്ടിയുടെ താക്കോലെടുത്ത് ബാഗിൽ വെക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ അത് എവിടെയെങ്കിലും കൊണ്ട് കളയും. അത് കഴിഞ്ഞ് ഒരു കവർ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇനി എന്ത് പരിപാടി ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ലാബിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാൻ ലാബിലേക്ക് ഓടി. കാരണം നമുക്ക് ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് മുമ്പ് ലാബിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം നമുക്കിപ്പോൾ PG ലാസ്റ്റ് സെമ്മാണ്. അപ്പോൾ ലാസ്റ്റ് സെമ്മാകുമ്പോൾ നമുക്ക് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നേരെ ഇനി ക്ലാസ്സിലോട്ട് പോകണം. അപ്പം എൻ്റെ ലാബിലെ കാര്യങ്ങളും പരിപാടികളൊക്കെ തീർത്തിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പം നല്ല മധുരമല്ലല്ലോ നല്ല ഭംഗിയുള്ളൊരു ചെടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകണം. അപ്പോൾ നേരെ ക്ലാസ്സിൽ ചെന്നു. ക്ലാസ് കഴിഞ്ഞ് ഒരു 12:30 ആകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വിശപ്പിൻ്റെ വിളി വരും. അത് എല്ലാ ദിവസവും ശീലമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നേരെ ഞാൻ ഇന്ന് ഒരു പൊതിച്ചോറാട്ടോ കൊണ്ടുവന്നത്. പൊതിച്ചോറ് നമുക്ക് ഇതിൻ്റെ തുറക്കുന്ന മാത്രമേ നമുക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം 4 വഴിക്ക് നമ്മളെ കൈകളൊക്കെ ഇങ്ങനെ വരും, കറികളൊക്കെ ഇങ്ങനെ 4 വഴിക്ക് പോകും കേട്ടോ. അതൊരു പ്രത്യേക ഫീലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത റുട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഗോസിപ്പുകൾ പറയുക. യൂട്യൂബിൽ ഇന്ന ആളെക്കുറിച്ച് ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഗോസിപ്പ് പറയുക. അപ്പം വീണ്ടും ക്ലാസ് വരും. ക്ലാസ്സിൻ്റെ വീഡിയോസ് എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മെൻ്റലി നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ്സാവും. അപ്പോൾ സ്ട്രെസ്സാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് ഗാർഡനിലൊക്കെ വന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും സ്ട്രെസ്സൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സെമിനാർ എടുക്കാനായിട്ട് വരും. അപ്പോൾ ലാസ്റ്റ് സെമ്മൊക്കെയാണ് നമുക്ക് സെമിനാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വല്ലപ്പോഴേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു സംഭവം. അവിടെ ഞാൻ പോകുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഇതുപോലെ എന്തെങ്കിലും സെമിനാറോ അസൈൻമെൻറ്റുകളോ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ ഞാൻ ലൈബ്രറിയിൽ പോകും. പിന്നെ നമുക്ക് എക്സാമും ടൈമൊക്കെ വരുമ്പം റെഫർ ചെയ്യാനും ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഏരിയയിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന അങ്ങനെ ഒരു കുട്ടിയല്ല ഞാൻ. നിങ്ങളാദ്യം മനസ്സിലാക്കണം ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ സൈൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള അറ്റൻഡൻസ് കിട്ടത്തില്ല. സോ അത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി വീണ്ടും ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യുമെന്ന് ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.